ഇൻവൈറ്റ് ചെയ്യുന്നത് ഒരു എല്ലാ വർഷവും സ്ഥിരമായ ഒരു എക്സ്ട്രാ ഇൻകം പ്രതീക്ഷിക്കുന്ന ആളുകളുണ്ട്. ഇപ്പോൾ അവർ ഹൗസ് വൈഫ് ആവാം, ഏതെങ്കിലും മാർക്കറ്റിംഗ് മേഖലയിൽ അല്പം എക്സ്പീരിയൻസ് ഉള്ളവരാവാം, നിങ്ങളുടെ റെപ്രസെൻറ്റേറ്റീവായിട്ട് റീജിയണൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അതാത് ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ വർഷവും സ്ഥിരമായ ഒരു ഇൻകം അവർക്ക് പ്രതീക്ഷിക്കാം. ഈ 4 മാസവും മാസത്തിലെ 30 ദിവസം വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഇത് എത്ര ടഫായിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഇത് പറഞ്ഞു പോകില്ല. ഇനി നമുക്ക് മുൻകൂട്ടിയിട്ട് ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മാസത്തിൽ പോയിട്ട്. ഹായ് ഫ്രണ്ട്സ്, ഗോപകുമാറാണ്. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാനിന്ന് പറയാൻ പോകുന്നത് വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. വർഷാവർഷം സ്ഥിരമായിട്ടുള്ള ഒരു അധിക വരുമാനം, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക്. നമ്മുടെ വീഡിയോ കാണുന്നതിൽ ഒരുപാട് ആൾക്കാർ എങ്ങനെ ഒരു എക്സ്ട്രാ വരുമാനം ഉണ്ടാക്കും, റിപ്പീറ്റഡ് ആയിട്ട് പീരിയോഡിക്കലായിട്ട് എങ്ങനെ നമുക്ക് കിട്ടുമെന്നൊക്കെ ആലോചിച്ച് നോക്കുന്ന ആൾക്കാരാണ്. അവർക്ക് വേണ്ടിയിട്ട് ഞാനിന്ന് വളരെ എക്സൈറ്റിംഗ് ആയിട്ടൊരു ബിസിനസ് ആശയമാണ് പറയാൻ പോകുന്നത്. ഞാനിന്നലെ തിരൂരാണ്. ഫുൾ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ, എന്താണ് ബിസിനസ്, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇത് വർക്കൗട്ട് ആവുക, നിങ്ങളുടെ ജില്ലയിൽ ഇത് എങ്ങനെ ചെയ്യാം എന്നുള്ള കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ടുള്ള കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കൂടെ ഇന്ന് വിജയൻ സാറുണ്ട്. തിരൂരാണ് ഞാനുള്ളത്. അപ്പോൾ നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. ബിസിനസ് ആശയം അദ്ദേഹത്തിനോട് ചോദിക്കാം. വെൽക്കം ടു വീഡിയോ. സാർ നമസ്കാരം. രാഗി ബുക്സിനെ കുറിച്ച് ഒന്ന് പറയാം സാർ. രാഗി ബുക്സിനെ കുറിച്ച് വളരെ ലളിതമായിട്ട് പറഞ്ഞാൽ ഒരു 30 വർഷമായിട്ട് പബ്ലിഷിംഗ് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ്. മലപ്പുറം ജില്ലയിലെ തിരൂരാണ്. നമ്മൾക്ക് കുറച്ച് ലിറ്ററേച്ചർ ബുക്കുകളും മറ്റും ഉണ്ട്, പക്ഷേ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ ബുക്സിലാണ്. നമ്മൾ കഴിഞ്ഞ വർഷം ഒരു വീഡിയോ ചെയ്തിരുന്നു, കോപ്പി ബുക്കിനെ കുറിച്ച് നമ്മുടെ ചെയ്തിരുന്നു. അജേഷ് അതിൻ്റെ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരുന്നു. കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ ക്വാണ്ടിറ്റി വിറ്റഴിച്ച ഒരു പേഴ്സണാണ് നമ്മളന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇന്ന് നമ്മൾ പറയുന്നത് വളരെ യൂണീക്ക് ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. അതായത് കേരളത്തിലെ എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും, അതായത് CBSE ആണെങ്കിലും സ്റ്റേറ്റ് സിലബസ് ആണെങ്കിലും എല്ലാ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും സ്കൂൾ ഡയറി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സ്കൂൾ ഡയറി വളരെ പ്രൊഫഷണലായിട്ട് കാസർഗോഡ് മുതൽ ട്രിവാൻഡ്രം വരെയുള്ള എല്ലാ മേഖലകളിലും കവർ ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് രാഗി ബുക്സ്. നമുക്ക് ഡിഫറെൻറ്റ് മോഡൽസ് ഓഫ് ഡയറീസ് ഉണ്ട്. ഇതിനിപ്പോൾ ഇത് കേസ് ബൗണ്ട് ഡയറി എന്ന് പറയും. ഈ കേസ് ബൗണ്ട് ഡയറിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്ന 350 രൂപയുടെ ഡയറിയാണിത്. ഈ 350 രൂപയുടെ ഡയറിയുടെ അതേ ക്വാളിറ്റി, ബിൽഡ് ക്വാളിറ്റിയാണ് ഈ ഡയറിക്കുള്ളത്. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ ഡയറി നമ്മൾ ഇങ്ങനെയൊന്ന് പിടിച്ചാൽ ഒന്നും സംഭവിക്കില്ല. സ്റ്റിച്ചിങ്ങോ അതിൻ്റെ മാനുഫാക്ചറിങ് സ്റ്റൈലിലോ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല. അതായത് ഇത് മെഷീനിൽ മാനുഫാക്ചർ ചെയ്യുന്നതാണ്. അതുപോലെ ഇതിൻ്റെ ബോർഡ് ക്വാളിറ്റി ഉണ്ടല്ലേ. ടീച്ചറും കുട്ടിയുടെ പേരൻസും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ മീഡിയമാണ് ഈ ഡയറി. അതെ. അപ്പോൾ എല്ലാ ദിവസവും ഇവർ ഇത് ഓപ്പൺ ചെയ്യുകയും എഴുതുകയും ചെയ്യും. അപ്പോൾ നോർമലി ലോക്കലി നമ്മൾ ഉണ്ടാക്കുന്ന ഒരു ഡയറി സാധാരണ ഒരു പ്രസ്സിൽ പ്രിന്റ് ചെയ്ത് അവർ കൈകൊണ്ട് ഒട്ടിച്ച് ചെയ്യാം. അപ്പോൾ ഒരു മാസം ഈ കുട്ടിയുടെ കൈയുടെ വേർപ്പൊക്കെ ഇതിൽ പറ്റുമ്പോഴത്തേക്ക് ഇതിൻ്റെ കവറെല്ലാം പറയും. പക്ഷെ നമ്മുടെ ഡയറി അങ്ങനെയല്ല. അതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലേ, ബോർഡിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ കവർ ലാമിനേറ്റഡ് ആണ്. അതുപോലെ ഡിസൈൻ കവർ ലാമിനേറ്റഡ് ആണ്. ഒപ്പം ഇത് മാനുഫാക്ചർ ചെയ്യുന്ന സ്റ്റൈലാണ് ഇമ്പോർട്ടൻറ്റ്. അത് മെഷീൻ മാനുഫാക്ചറിങ്, ഒരു ഹോട്ട് പ്രോസസ്സിലൂടെ ഇതിൻ്റെ കവറെല്ലാം ഫിക്സ് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ എത്ര ടഫായിട്ട് യൂസ് ചെയ്താലും ഈ ഡയറി പോവില്ല. ഇനി അടുത്ത് നമ്മൾ പറയുന്നത് പെർഫെക്റ്റ് ബൈൻഡിങ് കിങ് സൈസ് എന്ന് പറയും. ഇതിനകത്ത് ഇപ്പോൾ കളർ പ്രിൻ്റ് ഉണ്ടാവും, റിക്വയർമെൻറ്റ്സ് കളർ പ്രിൻ്റ് ഉണ്ടാവാം. പിന്നെ ഞങ്ങളതിൽ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യുന്നത് ഇതിൻ്റെ ക്വാളിറ്റിയാണ്. അപ്പോൾ ഇതൊരു ഒരു സേറ് പോലും ഇത് എത്ര ടഫായിട്ട് ഇങ്ങനെ പിടിച്ചാൽ ഇത് പറഞ്ഞു പോകില്ല. ഇനി ഒരല്പം വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചാൽ ആ വെള്ളം ഇത് വൈപ്പ് ഔട്ടായി പോകത്തേ ഉള്ളൂ. ലാമിനേറ്റഡ് ആണ്. ഇനി അടുത്തത് ചെറുത്. ഇതിൻ്റെ ബിൽ ക്വാളിറ്റി ആൻഡ് എവറിത്തിങ് സെയിം ആണ്. ഇത് ലാമിനേറ്റഡ് ആണ്, പേപ്പർ ക്വാളിറ്റി എല്ലാം സെയിം ആണ്. പക്ഷേ ഇതിൻ്റെ ബിൽ ക്വാളിറ്റി ഇത് തന്നെ. പക്ഷേ ഇത് അല്പം കൂടെ ബഡ്ജറ്റ് കുറഞ്ഞ സ്കൂളുകൾക്ക് വേണ്ടിയുള്ള നോർമൽ കോസ്റ്റ് കുറവുള്ള ഡയറിയാണ്. ഒരുപക്ഷെ ചില സ്കൂളുകൾ വെയിറ്റിനും കോസ്റ്റിനും വേണ്ടിയിട്ട് ഇത്തരം ഡയറി പ്രിഫർ ചെയ്യും. ഇപ്പോൾ കേരളത്തിലെ ഏത് സ്കൂളിൽ പോയിട്ടാലും നിലവിൽ അവർ ചെയ്യുന്ന ഡയറിയുടെ ക്വാളിറ്റിയും കോസ്റ്റും വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ഡയറി അതിലും ബെറ്റർ ആയിരിക്കും. ഓൾ ദ വേ. ഇനി എന്താണ് സാർ നമ്മൾ ചെയ്യേണ്ടത്? സാറിന്റെ ബിസിനസ് നമ്മൾ പറഞ്ഞു, സാറിന്റെ പ്രൊഡക്റ്റ് നമ്മൾ കണ്ടു. എക്സാക്ട്ലി ഈ സബ്സ്ക്രൈബർ ആയിട്ടുള്ള ആൾക്കാർക്ക് ശരിക്കും രാഗി ബുക്സ് നമ്മുടെ ഈ ഡയറിയുടെ ബിസിനസ്സിൽ എങ്ങനെ നമുക്ക് ടേക്ക് പാർട്ട് ആവുന്നത് കറക്റ്റായിട്ട് പറയാം. ഇതൊരു റെഗുലർ മന്ത്ലി ഇൻകം ആഗ്രഹിക്കുന്ന പുരുഷന്മാരെ പോലെ അല്ലെ കുടുംബനാഥന്മാരെ പോലെയുള്ള ആളുകളെ അല്ല നമ്മൾ ഇൻവൈറ്റ് ചെയ്യുന്നത്. പക്ഷേ ഒരു വർഷത്തിൽ 2-3 മാസം കുറച്ച് ദിവസങ്ങൾ ഇതിനു വേണ്ടി മാറ്റിവെക്കാൻ പറ്റുമെങ്കിൽ, ഞങ്ങളുടെ റീജിയണൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അതാത് ഡിസ്ട്രിക്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ എല്ലാ വർഷവും സ്ഥിരമായ ഒരു ഇൻകം അവർക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഏതെങ്കിലും ഒരു മേഖലയിൽ ഒരു മാർക്കറ്റിംഗ് എക്സ്പീരിയൻസ് ഉള്ള ലേഡീസിനെയാണ് ഫസ്റ്റ് പ്രിഫറൻസ്. കാരണം ഇതൊരു മാസവരുമാനം, ആദ്യം തന്നെ പറയുന്നു, ഇതൊരു മാസവരുമാനം കിട്ടുന്ന ഒരു പ്രോജക്റ്റ് അല്ല. പക്ഷേ എല്ലാ വർഷവും സ്ഥിരമായ ഒരു വാർഷിക വരുമാനം കിട്ടുന്ന പ്രോജക്റ്റാണ്. കാരണം ഇതിൻ്റെ ഡ്യൂറേഷൻ തന്നെ ഇത് തുടങ്ങുന്നത് ഒരു ജാനുവരിയിൽ തുടങ്ങി
ഏപ്രിൽ അവസാനിക്കും. ഏപ്രിൽ, മാർച്ച്, ഏപ്രിൽ ഉള്ളൂ. ഈ 4 മാസവും മാസത്തിലെ 30 ദിവസം വർക്ക് ചെയ്യേണ്ടതായിട്ടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എറണാകുളം ഡിസ്ട്രിക്റ്റിൽ ഒരു 35 സ്കൂളുണ്ട്. ഈ 35 സ്കൂൾ ഒരു 2 ടൈംസ് വിസിറ്റ് ചെയ്യേണ്ടതായിട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അത് ഫസ്റ്റ് അവർ തനിയെ വിസിറ്റ് ചെയ്യും. സെക്കൻഡ് ടൈം ഞങ്ങളുടെ സീനിയേഴ്സ് ആയിട്ടുള്ള ആരെങ്കിലും ഒരാൾ അവരോടൊപ്പം ഉണ്ടാവും. പിന്നെ അവരെ ഫോണിൽ ഫോളോ അപ്പ് മാത്രമേ ആവശ്യമുള്ളൂ. നമ്മുടെ ബ്രോഷർ, നമ്മുടെ പ്രോഡക്റ്റ് വെറൈറ്റീസ്, അതായത് മൂന്ന് ഡിഫറെന്റ് മോഡൽസും കാണിക്കണം. ഓക്കെ, ദെൻ അവിടെ ഏത് മോഡലാണോ അവർ യൂസ് ചെയ്യുന്നത് അത് അവരെ കാണിച്ച് അവരെ കൺവിൻസ് ചെയ്യണം. ആരാണോ ഡയറി പ്രോജക്റ്റിന്റെ ചാർജ്. ഓരോ സ്കൂളിലും ഡിഫറെന്റ് ആയിരിക്കും. ചില സ്കൂളിൽ പ്രിൻസിപ്പൾ ആയിരിക്കും, ചില സ്കൂളിൽ മാനേജർ ആയിരിക്കും, ചില സ്കൂളിൽ സൂപ്രണ്ട് ആയിരിക്കും. ആരാണോ ദ കൺസേൺ പേഴ്സണെ നമ്മുടെ പ്രോജക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അവരൊരു സെക്കൻഡ് വിസിറ്റ് എന്തായാലും ആവശ്യപ്പെടും. പ്രിഫർ ചെയ്യും. കമ്പനിയിൽ നിന്ന് ഒരാളൂടെ പോകും. കുറേ അധികം പ്രോഡക്ട്സ്, അതായത് ഡിഫറെന്റ് വെറൈറ്റി, പേജസ് കൂടിയ ഡയറീസ്, പേജസ് കുറഞ്ഞ ഡയറീസ്, കോസ്റ്റ് കൂടിയ ഡയറി, കോസ്റ്റ് കുറഞ്ഞ ഡയറി, അങ്ങനെ എല്ലാ ഡയറീസും അവർ ഇത് ചെയ്യും. ദെൻ അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് ചൂസ് ചെയ്യാനുള്ള ഒരു അവസരം കൊടുക്കും. അതായത് നമ്മുടെ റെപ്രസെൻറ്റേറ്റീവിൻ്റെ ഒരു ആവറേജ് ഇൻകം ഒരു സ്കൂളിൽ നിന്ന് അവർക്കൊരു ശരാശരി 10,000 rupees പ്രതീക്ഷിക്കാം. ദ സെക്കൻഡ് ഇയർ ഓൺവേർഡ്സ് അവർ ആ സ്കൂളിൽ പോവുകയേ വേണ്ട, ഒരു 5,000 rupees അവർക്ക് ഇയർ ആഫ്റ്റർ ഇയർ ഇൻസെൻറ്റീവ് ആയിട്ട് ലഭിക്കും. അടുത്തൊരു കാര്യം, ഈ ഡയറി മാത്രമല്ല, നമ്മൾ പിന്നെ നമ്മുടെ പ്രോസ്പെക്റ്റിൽ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് സ്കൂൾ ഡയറി, മാഗസീൻ, റെക്കോർഡ് ബുക്ക് ആൻഡ് പ്രോസ്പെക്ടസ്. അതായത് ഒരു 50% സ്കൂളിൽ മാഗസീനും ചെയ്യുന്നുണ്ടാവും. അത് വലിയ പ്രോജക്റ്റ്, ഡയറിക്കാട്ടിലും വലിയ പ്രോജക്റ്റാണ്. ഇപ്പോൾ ഡയറിക്ക് ഒരു 75 രൂപ വരുവാണെങ്കിൽ മാഗസീൻ ഏകദേശം 150 മുതൽ 200 രൂപ വരെ വരാം. സോ അത്രയും വോളിയം ബിസിനസ്സാണ്. സോ അപ്പോൾ ഒരു റെപ്രസെന്റേറ്റീവിനെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് വോളിയം ഒട്ടും തന്നെ ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. ഒരു ജില്ലയിൽ എത്ര ആൾക്കാർക്കാണ് നമുക്ക് ഫിൽട്ടർ ചെയ്യുന്നത്? ഇത് ഫോർ എക്സാമ്പിൾ ഇപ്പൊ കാസർഗോഡ്, വയനാട് പോലെയുള്ള ഒരു ചെറിയ ഡിസ്ട്രിക്റ്റിൽ ഞങ്ങൾക്ക് ഒറ്റ ഒരാളെ മതി ഉള്ളത്. പക്ഷേ എറണാകുളം ഡിസ്ട്രിക്ട്, തൃശ്ശൂർ ഡിസ്ട്രിക്ട് പോലുള്ള, മലപ്പുറം ഡിസ്ട്രിക്ട് പോലെ പൊട്ടൻഷ്യൽ കൂടിയ ഡിസ്ട്രിക്റ്റിൽ ഒരു പക്ഷേ 2 പേരെ വേണ്ടി, 2 പേരും. അത്രമാത്രം ഒരു ഓവർ ക്രൗഡഡ് ആയിട്ടുള്ള ഒരു സംഭവമല്ല ഇത്. നമ്മളന്ന് കോപ്പി ബുക്കിൻ്റെയൊക്കെ വീഡിയോ ചെയ്തപ്പോൾ എല്ലാ എഡ്യൂക്കേഷൻ സബ് ഡിസ്ട്രിക്റ്റിൽ നമുക്ക് ആളുകളെ വേണമായിരുന്നു. ഇതങ്ങനെയല്ല അല്ല. പിന്നെ നമ്മളോടൊപ്പം അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്. സ്കൂൾ ഡയറി നമ്മുടെ ഒരു ചെറിയ പീരീഡിൽ നിൽക്കുന്ന ഒരു പ്രോജക്റ്റ് മാത്രമാണ്. അറ്റ് ദ സെയിം ടൈം ഈ കോപ്പി ബുക്ക് ഒരു വർഷം മുഴുവൻ നിൽക്കുന്ന ഒരു പ്രോജക്റ്റാണ്. ഇപ്പോൾ അജേഷ് കഴിഞ്ഞ വർഷത്തെ ഏറ്റവും കൂടുതൽ കോപ്പി വിറ്റ ആളാണ്. അപ്പോൾ ഈ വർഷം പ്രോജക്റ്റ് തന്നെ അദ്ദേഹത്തിനെ ഏൽപ്പിച്ചു. അദ്ദേഹമാണ് ആ പ്രോജക്റ്റ് ചെയ്യുന്നത്. നല്ല രീതിയിലായിരുന്നു. തീർച്ചയായിട്ടും. ഒരുപാട് ഇപ്പം കേരളത്തിലെ എല്ലാ ജില്ലകളിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയോ, അല്ല ഇനിയും ആൾക്കാരെ ക്ഷണിക്കുന്നുണ്ടോ? ഇനിയും വേണം. കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് മാസങ്ങളിലാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ആവുക? പെർഫോമൻസ് അത് ജൂൺ ജൂലൈയിലാണ് അതിന്റെ സെയിൽസ് വരുന്നത്. ഇനി നമുക്ക് മുൻകൂട്ടിയിട്ട് ഓർഡർ എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫെബ്രുവരി മാസത്തിൽ പോയിട്ട് എടുക്കാൻ പറ്റുന്ന ആൾക്കാർക്ക് എടുക്കാൻ പറ്റും. അതായത് ഫെബ്രുവരി, മാർച്ച്, ഏപ്രിലാണ് നല്ല രീതിയിൽ നമുക്ക് ഇതിനെ പ്രിപ്പയർ ചെയ്തിട്ട് പിച്ച് ചെയ്യാൻ പറ്റുന്ന സമയം. ഫെബ്രുവരി മാസം. കാരണം മാർച്ച് എന്ന് പറഞ്ഞാൽ നമുക്ക് എക്സാമിന്റെ ഒരു ടൈമാണ്. അതെ, ഫെബ്രുവരി. അപ്പൊ നമ്മൾ ഈ വീഡിയോ കാണുന്ന ഉടനെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പൊ തന്നെ വിളിക്കാം. ജനുവരിയിലാണ് നമ്മൾ വീഡിയോ ഇടുന്നത്. ഫെബ്രുവരി മാസം നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്തിട്ട് നമുക്ക് പരിപാടി തുടങ്ങാം അല്ലേ? അതെ. നമ്മളൊരു വാട്സ്ആപ്പ് നമ്പർ കൊടുക്കുന്നുണ്ടല്ലോ. ആ വാട്സ്ആപ്പ് നമ്പറിലേക്ക് പേരും സ്ഥലവും മാത്രം വാട്സ്ആപ്പ് ചെയ്താൽ മതി. പേരും സ്ഥലവും മാത്രം വാട്സ്ആപ്പ് ചെയ്താൽ മതി. അപ്പൊ ഞങ്ങൾ ഡീറ്റെയിൽ വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കാം. അത് ഫുൾ ഡീറ്റെയിൽ, റൂൾസ് ആൻഡ് റെഗുലേഷൻ, അതായത് എങ്ങനെയാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് അവരുടെ ബെനിഫിറ്റ്സ്, ഓൾ ഡീറ്റെയിൽസ് നമ്മൾ വാട്സ്ആപ്പ് ചെയ്ത് കൊടുക്കും. അത് വായിച്ചിട്ട് ദെൻ ഫർദർ ക്വസ്റ്റ്യനുമായിട്ട് വീണ്ടും വിളിച്ചാൽ മതി. താങ്ക് യു. രാഗി ബുക്സിന് എനിക്ക് പേഴ്സണലി അറിയാം. അതിന്റെ ഓണർ ആയിട്ടുള്ള മിസ്റ്റർ വിജയൻ സാറിനെ എനിക്കറിയാം. ഈ കമ്പനിയുടെ കൾച്ചർ എനിക്കറിയാം. അപ്പം ഒന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് വളരെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് വളരെ കുറച്ച് സമയം, എല്ലാ ദിവസങ്ങളും വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് സമയം, മാസത്തിൽ ഒരു കുറച്ച് സമയം മതി. അതേപോലെ എല്ലാ വർഷത്തിലും വർക്ക് ചെയ്യേണ്ട വളരെ ഷോർട്ട് ടൈം വർക്ക് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ദിസ് ഈസ് എ ഗുഡ് ഓപ്പർച്യൂണിറ്റി. പിന്നെ നിങ്ങൾ ഡീൽ ചെയ്യുന്നത് സ്കൂളുമായിട്ടാണ്. അപ്പം നിങ്ങൾക്ക് ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടെങ്കിൽ ആർക്കും സക്സസ്ഫുൾ ആയിട്ട് നല്ല രീതിയിൽ സ്വന്തം നാട്ടിലിരുന്ന് കൊണ്ടൊരു മികച്ച വരുമാനം തേടാൻ പറ്റുന്ന ഒരു അവസരമാണ്. അപ്പോൾ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബിസിനസ് അവസരമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇവരെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നിങ്ങൾ എലിജിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ഒരു ജില്ലയിൽ ഒരാൾക്കാണ് അവസരം. അപ്പോൾ നിങ്ങൾക്ക് എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ കോൺടാക്ട് ചെയ്യാതിരിക്കരുത്. കാരണം ചിലപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്കായിരിക്കും കിട്ടുക. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ ഹായ് അയക്കുക.
ബാക്കി ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഒക്കെ പുറകെ വരുന്നതായിരിക്കും. തീർച്ചയായിട്ടും മറ്റൊരു ബിസിനസ് ആശയമായിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, താങ്ക് യു.